അപ്പോൾ അതേ നമ്മൾ ഇഞ്ചിത്തൊട്ടി എത്തിയത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഒരു ചെറിയൊരു തണുത്ത കാരകനുണ്ട്, ആ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫാമിലിയായിട്ട് ഒന്ന് ഫുഡൊക്കെ അടിക്കാനും, ആൾക്കാർ ഫുഡൊക്കെ അടിച്ചത് ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം നിങ്ങൾ ഫാമിലിക്കായിട്ട് വരാൻ അവിടെ ആ കാണുന്നുണ്ടോ പാലം, തൂക്കുപാലം എന്ത് ആ കാണുന്നതാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നത് നോക്കി, വെള്ളമൊക്കെ കയറി കിടന്നത് അടിപൊളി. ഈശാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്, അതിന് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ നടന്നു പോകാം. ഇതിപ്പോൾ ഇത്രയും വെള്ളം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഭൂതത്താൻകെട്ട് ഡാം അവിടെ കെട്ടി കിടക്കുന്നതുകൊണ്ട്, വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്ര വെള്ളം കയറണത്. അപ്പോൾ ഡാം അവിടെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും കേട്ടോ. മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണാറില്ലേ, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. തട്ടേക്കാട് ഇത് ഇഞ്ചിത്തൊട്ടി എന്ന് പറയും. നമുക്ക് ഇവിടെ നേരെ നേര്യമംഗലത്തിനൊക്കെ പോകാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ ഫുഡൊക്കെ കഴിച്ച് വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ദയവ് ഇത് വന്നവർ ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി കളയുക. പ്ലാസ്റ്റിക്കൊന്നും വലിച്ചെറിയാതിരിക്കാൻ നോക്കുക. ദേശാനെ എല്ലാവരും പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ടേക്കും അല്ലേ? സാറേ പ്ലാസ്റ്റിക് ഇട്ടിരുന്ന് പറ എല്ലാവരോടും. അത് തന്നെ ഞങ്ങളിങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥലം മാറി ഇതിപ്പോൾ 3ാമത്തെ സ്ഥലത്തെത്തി നമ്മൾ. മാറിക്കോ എനിക്ക് മാറും. അയ്യോ തെറിച്ച് പോരുത്. നമ്മുടെ രണ്ടാമത്തെ മീനും കിട്ടിട്ടോ. അയ്യോ കുത്തനായി പോയി. അയ്യോ സോറി, ആക്രാന്തത്തിലെ പൊക്കിയെടുത്തപ്പോ ഇവന്റെ കയ്യിലൊന്ന് പിടിപ്പിച്ചേരാട്ടോ. ഇവന് മീനെ കാണാൻ കൊതിയാവുന്നു. ഏട്ടൻ്റെ ഫോട്ടോ എടുത്തില്ലല്ലോ, അത് കിടന്ന് തുള്ളി മറിയും. ഒരുപാട് ടൂറിസ്റ്റ് ആളുകളൊക്കെ വരുന്നുണ്ട്. തിരക്കായി തുടങ്ങി കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണ്, നല്ല തിരക്കുണ്ട്. അടുത്ത മീൻ നോക്കി കിട്ടാൻ പോവാണ്. എത്ര മീനെ കിട്ടി? 1000 മീനെ കിട്ടിയോ? ഞാൻ എടുത്ത് എന്തിയെ മീനെ കാണുന്നില്ല. എന്തിയെ? അയ്യോ ഞാൻ കണ്ടു. ആ മീൻ അതുകൊണ്ട് പോയി, ചരടും കൊണ്ട്. മീനുണ്ടായിരുന്നു ചരട്. താഴേന്ന് പൊട്ടിയത് അറിഞ്ഞില്ലല്ലോ. ആ പൊട്ടി. വേറെ ഹുക്കൊക്കെ ഉണ്ടോ? ഹലോ, അപ്പോഴാണ് കുട്ടിക്കാർക്കും പറഞ്ഞോ.
അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പറ. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണേക്കോൾ അച്ഛനും കെട്ടിന്ന് കാണും അവസാനം വലിച്ചോണ്ട് പോയി. ലേസൊക്കെ പിടിച്ചായിരിക്കും പറ. വയസ്സൊക്കെ മേടിച്ചു. തിന്നോ? ആ തിന്ന് വയറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ടോ? വളരെ ചെറുതാക്കി ഇട്ട് നോക്കിയേ. ആ സാധനം കിട്ടിയത് ശരിയായില്ല, അത് മുങ്ങിപ്പോയല്ലോ. എന്താ ആ ബോർഡ് കൊടുത്ത സാധനേ മുങ്ങിപ്പോയാ? അത് ഉൾപ്പെടെ മുങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ കാണാണ്ടോ പാലം, ഇഞ്ചിത്തൊട്ടി തൂക്കുപാലമാണ് കാണുന്നത്. അപ്പോൾ അത് പോയി ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാം. നല്ല വിശപ്പായി. സമയം ഏകദേശം 1 മണി ഉച്ചയായി. അപ്പോൾ തൂക്കുപാല കൊണ്ടിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അവരൊക്കെ വന്നു ഐസ്ക്രീമൊക്കെ തിന്നിട്ട് വരിക. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി നല്ല പരിപ്പോടെ ബജ്ജിയൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഒന്നും വേണ്ട കേട്ടോ, ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുക. മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാട്ടത്? വരാലാണ്, വരാൽ. പിന്നെ വില കൊടുക്കാനൊന്നുമില്ല. എത്തുന്നില്ലേ? ഇപ്പോൾ ഇതാണ് ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് കേട്ടോ ഇഞ്ചിത്തൊട്ടി. പെരിയാറാണ്, പെരിയാർ.